ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബികോം സെക്കൻഡ് സെമസ്റ്റർ മാർക്കറ്റിംഗ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിലെ ഇ കൊമേഴ്സ് എന്ന ചാപ്റ്ററിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം? എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും അതിൻ്റെ പെർസെൻറ്റേജ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഒരു 15-20% ട്രാൻസാക്ഷൻസ് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴിയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതിൻ്റെ അളവ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴി നടക്കുന്ന എല്ലാ പേയ്മെൻറ്റുകളും, എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മളൊരു ബാങ്കുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ബാങ്ക് കസ്റ്റമർ നടത്തുന്ന ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് ബിസിനസ്സുകാർ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ, അതല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കസ്റ്റമേഴ്സ് തമ്മിൽ, അങ്ങനെ ഏത് ടൈപ്പ് ട്രാൻസാക്ഷനും, അവരുടെ കാർഡ് വെച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻ, ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ സെൻറ്റർ വഴി ഓൺലൈൻ വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ, ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ, ആപ്ലിക്കേഷൻ വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ, ഗൂഗിൾ പേ, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പല തരത്തിൽ ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റിന് ഒരു മീഡിയമാക്കി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കണ്ടന്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഈ പേയ്മെൻറ്റ് സിസ്റ്റം. ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പേയ്മെൻറ്റ് മീൻസ് മേക്കിംഗ് പേയ്മെൻറ്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ബൈ യൂസിങ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഫോർ ദ പ്രോഡക്റ്റ് ബോട്ട് ഇലക്ട്രോണിക്കലി. ഇപ്പം മീൻസ് മേക്കിംഗ് പേയ്മെൻറ്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. അത്ര ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും. മേക്കിംഗ് പേയ്മെൻറ്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ബൈ യൂസിങ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഫോർ ദ പ്രോഡക്ട്സ് ബോട്ട് ഇലക്ട്രോണിക്കലി. ആ പ്രോഡക്റ്റ് നമ്മൾ ഇലക്ട്രോണിക്കലി വാങ്ങാൻ നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ആർ ഓൾട്ടർനേറ്റീവ് ക്യാഷ് ഓർ ക്രെഡിറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ്ഡ് വേരിയസ് ഇലക്ട്രോണിക് ടെക്നോളജീസ് ടു പേ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇ മാർക്കറ്റിംഗ്. ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നമ്മൾ നേരിട്ട് ക്യാഷ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ നേരിട്ട് ഒരു ക്രെഡിറ്റിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ്. പക്ഷേ അത് മീഡിയത്തിൽ ചെറിയൊരു വ്യത്യാസം. ഇങ്ങനെ നേരിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നതിന് പകരം ഒരു ഇലക്ട്രോണിക് മീഡിയ വഴി ട്രാൻസാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് വഴി ട്രാൻസാക്ഷൻ നടത്തുന്നു. അപ്പോൾ അതാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ടൈപ്സ് എന്താണെന്ന് നോക്കുകയാണ്. ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. അത് ഒന്നാമത്താണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓർ EFT എന്ന് പറയാം, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. This is a computer-based system that facilitates the transfer of money or the processing of financial transactions between two financial institutions in the same day or overnight. It's a computer-based system. ഇത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നത് ഇറ്റ്സ് എ computer-based system that transfer of money or the processing of financial transaction. ഒന്നെങ്കിൽ ഫണ്ടിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ളതായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വേണ്ടിയുള്ളതായിരിക്കും. ബിറ്റ്വീൻ ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദ സെയിം ഡേ ഓർ ഓവർനൈറ്റ്. രണ്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റിനുള്ളിൽ രണ്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ്, അത് മണി ട്രാൻസ്ഫർ ആകാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആകാം. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രാൻസാക്ഷൻ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, EFT ഈസ് ഡിഫൈൻഡ് ആസ് എനി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഇനിഷ്യേറ്റഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് ടെർമിനൽ, ടെലഫോണിക് ഇൻസ്ട്രുമെൻറ്റ് ഓർ കമ്പ്യൂട്ടർ ഓർ മാഗ്നറ്റിക് ടേപ്പ് so as to order, instruct, authorize a financial institution to debit or credit an account. ഇപ്പോൾ EFTയെ പറ്റി പറഞ്ഞു, ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ ട്രാൻസ്ഫറാണ്. ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ്, അത് മുൻകൈ എടുത്ത് വരുന്നത് എങ്ങനെയാണ്? ത്രൂ ആൻ ഇലക്ട്രോണിക് ടെർമിനൽ. ഒരു ഇലക്ട്രോണിക് ടെർമിനൽ വഴിയാണ് ആ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ്സ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ടെലഫോണിക് ഇൻസ്ട്രുമെൻ്റ് ആകാം, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓർ മാഗ്നറ്റിക് ടേപ്പ് ആകാം. സോ ഇത് എന്തിന്? സോസ് ടു ഓർഡർ, ഇൻസ്ട്രക്ട് ആൻഡ് ഓതറൈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആൻ അക്കൗണ്ട്. അതെന്താ ചെയ്യുന്നത്? ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഓർഡർ കൊടുക്കുകയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഇലക്ട്രോണിക് മീഡിയ വഴി, ടു ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി. അതായത് ഇപ്പം ഞാനൊരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുകയാണ്. എനിക്കൊരു വാച്ച് വാങ്ങണം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത്
എൻ്റെ ഫണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ എടുത്ത് ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴി ആ ഇൻസ്ട്രക്ഷൻ ബാങ്കിലേക്ക് ചെല്ലുകയാണ് ടു ഡെബിറ്റ് ദിസ് മച്ച് എമൗണ്ട് ഫ്രം ദിസ് കസ്റ്റമർ ഓർ ദിസ് അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക. എന്തിന്? എന്നിട്ടത് ഫ്ലിപ്കാർട്ടിൽ ഏത് കമ്പനിയാണോ ആ വാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ ഏത് കമ്പനിയാണോ വാച്ച് തന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരിട്ട് ബാങ്കിൽ പോകുക ഒന്നും ചെയ്യുന്നില്ല, ഇലക്ട്രോണിക് മീഡിയ വഴിയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി EFT നമുക്ക് 3 ബ്രോഡ് കാറ്റഗറിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്സ്, ഒരു കാറ്റഗറിയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ഓർ ഹോൾസെയിൽ പേയ്മെൻറ്റ്സ് ഇതിൻ്റെ കാറ്റഗറിയിൽ വരും. ലാർജ് ആൻഡ് ഹോൾസെയിൽ പേയ്മെൻറ്റ്സ്, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള ഒരു പേയ്മെൻറ്റ് നമുക്ക് EFTയുടെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതായത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നതും ഇലക്ട്രോണിക്കലി തന്നെ നടത്തുന്നത്, പക്ഷേ ലാർജ് സ്കെയിലായിരിക്കും ട്രാൻസാക്ഷൻ നടത്തുന്നത്. അടുത്തൊരു കാറ്റഗറി എന്നത് സ്മോൾ സ്കെയിൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ പേയ്മെൻറ്റ്സ്. നമ്മൾ ATMയിലൊക്കെ നടത്തുന്ന വിഡ്രോവൽസ് എന്നൊക്കെ പറയുന്നതും അതും ഇലക്ട്രോണിക് പേയ്മെൻറ്റിൻ്റെ ഈ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. പക്ഷേ അത് റീറ്റെയിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. കുറച്ച് എമൗണ്ടാണ് അവർ വിഡ്രോ ചെയ്യുന്നത്. അടുത്തത് ഹോം ബാങ്കിങ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ ട്രാൻസാക്ഷൻ നടത്തുന്ന പറഞ്ഞാൽ ഹോം ബാങ്കിങ്ങിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇനി റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റം, അടുത്ത EFTയുടെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് റീറ്റെയിലിംഗ് പേയ്മെൻറ്റ്സ് ആണ്. റീറ്റെയിലിംഗ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷനെയാണ് റീറ്റെയിലിംഗ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോം ബാങ്കിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൺലൈൻ യൂസ് ചെയ്യാം. ഇത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള സാഹചര്യം യൂസ് ചെയ്ത് നമ്മൾ റീറ്റെയിലിംഗ് പേയ്മെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ കാറ്റഗറിയിൽ നിന്നാണ് ക്രെഡിറ്റ് കാർഡ്, ദാറ്റ് മീൻസ് വിസ ഓർ മാസ്റ്റർ കാർഡ്. വിസ ഓർ മാസ്റ്റർ കാർഡ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ സെൻസിൽ അതിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാം ഒരേ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് കമ്പനികളാണ്. വിസ എന്ന് പറയുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന 2 ടൈപ്പ് US ബേസ്ഡ് കമ്പനികളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെതായ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ പ്രാക്ടിക്കൽ 99% അതിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ ഉപയോഗത്തിലും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ വിസ ഒരു മാസ്റ്റർ കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഒരു പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. പ്രൈവറ്റ് ലേബൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പം ഈ കിട്ടുന്ന സാധാരണ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ ഒരു കാർഡാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് മണി തന്നെ ആണെങ്കിലും അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത് പ്രൈവറ്റ് ഫേം അവരുടെ സ്വന്തം കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന കാർഡാണ്. അതിനകത്ത് അഡ്വാൻസ് ആയിട്ട് ഫണ്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അവർ നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി തരുന്നു, എന്നിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കണം. പക്ഷേ അത് പ്രൈവറ്റ് ലേബലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ വലിയ മോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ലുലു മോള് അങ്ങനെയുള്ള മോളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഗെയിം ഷോ ഒക്കെ നടക്കുന്നിടത്ത്, ഗെയിമുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമൊക്കെ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കാർഡ് കിട്ടുന്നു, ഒരു പ്ലാസ്റ്റിക് കാർഡ്. നമുക്ക് 200 റുപ്പീസ് കൊടുത്ത് നമുക്കത് നമ്മുടെ പേരിലേക്ക് ആക്കിയിട്ട് ഒരു 500 റുപ്പീസ് നമ്മൾ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗെയിമിലും പോയി പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫണ്ട് ഇങ്ങനെ ക്രെഡിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. 30 റുപ്പീസ് ഇതൊക്കെ ആയിരിക്കും കുറയുന്നത്. ഓരോ ഗെയിമിലും നമ്മളത് കയറണമെങ്കിൽ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ അതും എന്തുതന്നെയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്താണ്? പ്രൈവറ്റ് ലേബലിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡാണ്. മറ്റൊന്ന് പറയുന്നത് ചാർജ് കാർഡ്സ്. ചാർജ് കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏറ്റവും ക്രെഡിറ്റ് വർത്തനസിലുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു കാർഡാണ് ചാർജ് കാർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻട്രസ്റ്റ് ചാർജ് ആക്കുന്നില്ല, മറിച്ച് ഈ ചാർജ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു വർഷം ഒരു പർട്ടിക്കുലർ എമൗണ്ട് സർവീസ് ചാർജായിട്ട് ബാങ്ക് ഈടാക്കും. അതാണ് അതിൻ്റെ അവരുടെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകത ഈ കസ്റ്റമറിന് ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള കസ്റ്റമറാണ്. അപ്പോൾ അതിനകത്ത് അയാൾക്ക് ബൾക്ക് പർച്ചേസിങ്, ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസിങ്, ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. ബാങ്ക് പറയുന്ന ടൈമിൽ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കണം. പാർട്ടായിട്ടല്ല, ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കണം. അത് സാധാരണ ഒരു 1 മന്ത് വീതം ഗ്യാപ്പിൽ അത് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്. അതാണ് ചാർജ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം റീറ്റെയിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഓൺലൈൻ കൊമേഴ്സ് പേയ്മെൻറ്റ്സ്. അതായത് ഓൺലൈൻ കൊമേഴ്സ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ബേസിൽ, പക്ഷേ അതായത് ക്യാഷ്, ചെക്ക്, സ്മാർട്ട് കാർഡ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്യാഷ്, ചെക്സ്, സ്മാർട്ട് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരും. ഓൺലൈൻ കൊമേഴ്സ് പേയ്മെൻറ്റ്സ്, അതായത് ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്യാഷ്, ചെക്സ്, സ്മാർട്ട് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്നത് ഈ കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. അതായത് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയം. അതായത് ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു എൻക്രിപ്റ്റഡ് മണിയാണ്. അതായത് വിർച്വൽ കറൻസിയാണ്. നമ്മൾ ഫണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇരിക്കുന്ന പോലെ നമ്മൾ വിർച്വൽ ലോകത്ത്
നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. നമ്മുടെ പേഴ്സണലി നമ്മുടെ പോക്കറ്റിലൊന്നും കാണണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബിറ്റ് കോയിന് ഒരു $1,500 കൊടുത്താൽ നമുക്ക് ഒരു ബിറ്റ് കോയിൻ കിട്ടും എന്ന് കരുതുക. ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് നാൾക്ക് മുമ്പ് ഒരു $1,400 ആയിരുന്നു ഒരു ബിറ്റ് കോയിന്. അപ്പോൾ അങ്ങനെ ഫണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക്, പക്ഷേ നമ്മുടെ കയ്യിലോട്ട് നേരിട്ട് വരില്ല ബിറ്റ് കോയിൻ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇത്ര ബിറ്റ് കോയിൻ നിങ്ങളുടെ പേരിലേക്ക് മാറി. അപ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷന് ബിറ്റ് കോയിൻ യൂസ് ചെയ്താൽ മതി. ബിറ്റ് കോയിൻ ഇപ്പോൾ ലീഗലി പെർമിഷൻ ആയി വരുന്നതേ ഉള്ളത് ബിറ്റ് കോയിൻ്റെ. തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇരിക്കുന്ന പോലെ തന്നെ വിർച്വൽ വേൾഡിലുള്ള ഒരു ക്യാഷ് ആയിട്ട് ഇതുപോലെ ബിറ്റ് കോയിൻ പോലുള്ള കറൻസികൾ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇതൊക്കെ ഈ ഓൺലൈൻ ഇ കൊമേഴ്സ്, ഇ ക്യാഷ്, ഇ ചെക്കിങ്, സ്മാർട്ട് കാർഡ് എന്നൊക്കെ പറയുന്നത് ആ കാറ്റഗറി ഉൾപ്പെടുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് സിസ്റ്റം ഓർ എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ക്രെഡിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. സെയിം തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ നടത്തുന്നു, പക്ഷേ നമുക്കവിടെ ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാറ്റഗറി ഉൾപ്പെടുത്തുന്നതാണ്. അത് എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്രെഡിറ്റ് കാർഡിനേക്കാൾ കുറച്ചും കൂടെ അഷുറൻസ് ഉള്ള, കുറച്ചും കൂടെ സെക്യൂരിറ്റി ഉള്ളതാണ് എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്. എൻക്രിപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഡേറ്റ ഒക്കെ സെൻഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ഡേറ്റയെ മറ്റൊരാളിന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയും, അല്ലേ? ഇത് വായിക്കുന്ന ആളിനൊന്നും മനസ്സിലാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ വരുത്തുന്നത് നമ്മൾ എൻക്രിപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറി ഉൾപ്പെടുത്താം. ഇനി ഞാൻ ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം, ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇലക്ട്രോണിക് ടോക്കൺ ഈസ് എ ഡിജിറ്റൽ അനലോഗ് ഓഫ് വേരിയസ് ഫോം ഓഫ് പേയ്മെൻറ്റ്സ് ബാക്ക്ഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിജിറ്റൽ അനലോഗ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് പേയ്മെൻറ്റ്സ്. ഡിജിറ്റൽ മൂവ്മെൻറ്റ്സ് അല്ല, ഡിജിറ്റൽ അനലോഗ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് പേയ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊരു ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടോടുകൂടി ഡിജിറ്റലായിട്ട് ഫണ്ട് മൂവ്മെൻറ്റ്സ് നടത്തുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ കറൻസി ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റുള്ള ഒരു ഡിജിറ്റൽ കറൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോണിക് ടോക്കണിനെ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെബിറ്റ് കാർഡ്, ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത് ഈ കാറ്റഗറി ഉൾപ്പെടുത്താൻ കഴിയും നമുക്ക്. അതിനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് ഈ ഇലക്ട്രോണിക് ടോക്കൺസിനെ നമുക്ക് കാറ്റഗറി ചെയ്താൽ ഒന്നാമത്തെ ക്യാഷ് ഓർ റിയൽ ടൈം. അതായത് ട്രാൻസാക്ഷൻസ് ആർ സെറ്റിൽഡ് വിത്ത് ദ എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോണിക് കറൻസി. അതായത് ഈ ക്യാഷ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇലക്ട്രോണിക് കറൻസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ കറൻസി, ബിറ്റ് കോയിൻ എക്സാക്റ്റ് ഈ ഒരു എക്സാമ്പിളാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു കറൻസി, വിർച്വൽ കറൻസി, ഓക്കെ, ആ ഒരു കറൻസിയുടെ ആ കറൻസി വെച്ചുള്ള ട്രാൻസാക്ഷൻ നടക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന റിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓൺലൈൻ വിർച്വൽ കറൻസി വെച്ചുള്ള ട്രാൻസാക്ഷൻ, അതൊരു ഇലക്ട്രോണിക് ടോക്കണാണ്. അത് ഇലക്ട്രോണിക് അനലോഗ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഒരു ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊന്നെന്ന് പറയുന്നത് ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ്. അതായത് യൂസേഴ്സ് പേ ഇൻ അഡ്വാൻസ് ഫോർ ദി പ്രിവിലേജ് ഓഫ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ. അതായത് ഈ സ്മാർട്ട് കാർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പസ്സസ് ദാറ്റ് സ്റ്റോർസ് ഇ മണി, ഈ സ്മാർട്ട് കാർഡിലൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മണി, ഈ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫണ്ട് ക്രെഡിറ്റ് ചെയ്യുക. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഈ ഓൺലൈൻ കറൻസി നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കും. ഇതങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി തന്നെ നമ്മൾ ഈ കാർഡിലേക്ക് നമ്മൾ ഫണ്ട് ക്രെഡിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഡെബിറ്റ് ചെയ്ത് മാറ്റുന്നു, ഒരു പ്രീപെയ്ഡ് ആയിട്ട് മാറ്റുന്നു. ട്രാൻസാക്ഷൻ വരുമ്പോൾ ഓരോണ് അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് ഒരു കാറ്റഗറിയിലുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമായിട്ട് പറയാം. അടുത്തെന്ന് പറയുന്നത് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ്. ഇതിനകത്ത് പറയുന്നത് സെർവർ ഓതൻറ്റിക്കേറ്റ് ദ കൺസ്യൂമേഴ്സ് ആൻഡ് വെരിഫൈ വിത്ത് ദ ബാങ്ക് ദാറ്റ് ഫണ്ട്സ് ആർ ആഡിക്വേറ്റ് ബിഫോർ പർച്ചേസ്. അതായത് ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഈ ചെക്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാറ്റഗറി ഉൾപ്പെടുത്താം. അതായത് ഫണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തിയിട്ട് നമുക്ക് ഫണ്ട് അഡ്വാൻസ് ആയിട്ട് ബാങ്ക് അഡ്വാൻസ് ചെയ്യുന്നു, പിന്നീട് ബാങ്ക് കൊടുക്കുന്ന സിസ്റ്റം നമുക്ക് നടത്താം. ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാറ്റഗറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഈ പേയ്മെൻറ്റ്സ് എന്താണെന്നും ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്താണെന്നും ടോക്കൺ ബേസ്ഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ 3 കാറ്റഗറിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ ആണ് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു റിപ്ലൈയിലൂടെയോ ഞാൻ തരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.